സർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധമാത എന്ന് പറയുന്ന ഒരു സന്യാസിനിയുമായി ബന്ധമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് കഥേമയിലൂടെ അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചാലോ? അത് നമുക്ക് പറയാം. മാത്രമല്ല, പല പ്രേക്ഷകരും ഈ എം.ഒ. മത്തായി മുമ്പ് ഈ റെമിനിസെൻസസ് ഓഫ് നെഹ്റു ഏജ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിരോധിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഷീ എന്ന് പറഞ്ഞൊരു അധ്യായം വളരെ കുപ്രസിദ്ധമാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. എം.ഒ. മത്തായി അദ്ദേഹത്തിന് തന്നെ ഇന്ദിരയുമായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു അധ്യായമാണത്. അപ്പോൾ എം.ഒ. മത്തായി പലതും പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പല പ്രേക്ഷകരും ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് എം.ഒ. മത്തായിയെ പറ്റി വലിയ അഭിപ്രായം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. കാരണം എം.ഒ. മത്തായിക്ക് തന്നെ അമ്മ ചേച്ചമ്മയുടെ പേരിൽ സ്വന്തമായിട്ടൊരു ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ആ ട്രസ്റ്റിന് പല സ്ഥലത്തു നിന്നും പണം വാങ്ങുന്നു എന്ന്. പിന്നെ രാജ്കുമാരി അമൃത് കൗർ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൽ മുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു. അവരുമായിട്ട് മത്തായിക്കുള്ള ബന്ധമൊക്കെ ഡൽഹിയിൽ പത്രപ്രവർത്തകർക്കിടയിലൊക്കെ ആ കാലത്തൊക്കെ പാട്ടാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധമാതയെ പറ്റി ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധമാതയെ പറ്റി അല്ലാതെയും വിവരങ്ങൾ ഉണ്ട്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എം.ഒ. മത്തായിയുടെ റെമിനിസെൻസസ് ഓഫ് നെഹ്റു ഏജ്, അതിലാണ് ആദ്യമായിട്ട് ഈ ശ്രദ്ധമാത എന്ന് പറഞ്ഞാൽ നെഹ്റുവിന് ബന്ധമുണ്ടായിരുന്ന സന്യാസിനിയെ പറ്റി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 1978 ഫെബ്രുവരി 28 ഇന്ത്യ ടുഡേ ശ്രദ്ധമാതയെ പറ്റി ഒരു അഭിമുഖം വന്നത് ഞാൻ വായിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഔട്ട്ലുക്കിൽ ഒരു അഭിമുഖം, ഔട്ട്ലുക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുമായിട്ടുള്ള അഭിമുഖമല്ല, ഇവരുടെ ഭർത്താവായിരുന്ന ആളുമായിട്ടുള്ള അഭിമുഖം, വേറെ കുറേ കാര്യങ്ങൾ, ശ്രദ്ധമാത ബംഗളൂരിൽ നെഹ്റുവിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എഴുതിയിരുന്നു. അത് വായിച്ചതും അതുമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ശേഖരത്തിൽ അതുമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ശ്രദ്ധമാതയെ പറ്റി ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ എം.ഒ. മത്തായി പറഞ്ഞ വിവരം വെച്ചിട്ടാണ് പിന്നെ ഇന്ത്യ ടുഡേ രാജസ്ഥാനിൽ പോയിട്ട് ഇവരെ കണ്ട്, ഇവരൊരു കോട്ടയുടെ അകത്ത് ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുകയായിരുന്നു. രാജാവ് കൊടുത്ത ഒരു ബംഗ്ലാവ്, അവിടെ പോയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ആ അഭിമുഖത്തിൽ നെഹ്റുവുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിച്ചു. 7-8 കത്തുകൾ നെഹ്റു അയച്ചിരുന്നു എന്ന് സമ്മതിച്ചു. പക്ഷെ കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഈ സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാവും. ജയ്പൂർ രാജാവ് സവായ് മാൻസിംഗ് കൊടുത്ത ഹാത്രോയ് കോട്ടയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ജയ്പൂരിലെ ആകാശവാണിയുടെ അടുത്ത് ആണ് ഈ ഹാത്രോയ് കോട്ട. കത്തുകൾ, ഈ നെഹ്റു അയച്ച കത്തുകൾക്ക് എന്തു പറ്റിയെന്ന് ഇന്ത്യ ടുഡേ ചോദിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധമാത പറഞ്ഞത് ആ കത്തുകൾ സെക്രട്ടറി ആയിരുന്ന, അതായത് ശ്രദ്ധാമാതയ്ക്കൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു, ആത്മാനന്ദ. ഈ ആത്മാനന്ദയുടെ കയ്യിൽ നിന്നും മോഷണം പോയതാണ് കത്തുകൾ എന്നവർ അവകാശപ്പെട്ടിരുന്നു. തെറ്റാണത്. അവർ പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധമാതയുടെ തന്നെ ഛായയുള്ളൊരു സ്ത്രീ ആത്മാനന്ദയെ പറ്റിച്ചിട്ട് കത്ത് മേടിച്ചുകൊണ്ടതാണ് എന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതൊരു പൊള്ളയായ അവകാശവാദമാണ്. എൻ്റെ ഛായയുള്ള ഒരാൾ എൻ്റെ സെക്രട്ടറിക്ക് ആളുകളെയൊക്കെ കണ്ടാലൊക്കെ നന്നായിട്ട് അറിയില്ല, ശബ്ദം കൊണ്ട് ഒക്കെ തിരിച്ചറിയില്ല. അപ്പോൾ സന്യാസി ആകുന്നതിന് മുമ്പ് ഇവര് 50 ദിവസം വിവാഹിതയായിരുന്നു. അത് കഴിഞ്ഞ് ആ വിവാഹം പൊളിഞ്ഞിട്ട് ഗാന്ധിയുടെ ആശ്രമത്തിൽ പോയി, സബർമതി ആശ്രമത്തിൽ പോയി താമസിച്ചു. ഇവര് അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് ഉപരാഷ്ട്രപതിയാകാൻ, വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ ആകാൻ പലതവണ നെഹ്റു അഭ്യർത്ഥിച്ചു. അപ്പോഴൊക്കെ ഇവർ നിരാകരിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്നു. അമർനാഥ് ഗുഹയിൽ ഇവർ തപസ് ചെയ്യുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ സുഹൃത്ത് ധീരേന്ദ്ര ബ്രഹ്മചാരിയും ഇവരെ പോയി കണ്ടിരുന്നു എന്ന് ഇവർ അവകാശപ്പെട്ടു. ഇന്ദിര ഈ നെഹ്റുവും സർദമാതയും തമ്മിലുള്ള ബന്ധത്തിൽ ഇടപെട്ടിരുന്നില്ല
എന്നും ഇവർ പറയുന്നുണ്ട്. ഹാത്രോയ് കോട്ടയിൽ ഇവരുടെ കൂടെ ഒരു പരിവാരം ഉണ്ടായിരുന്നു, ഒറ്റക്കാരിലായിരുന്നു. പദം സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്രട്ടറി, പൂജാരിയായ ഒരു വിജയേന്ദ്ര മിശ്ര, പിന്നെ ലണ്ടനിൽ നിന്നുള്ളൊരു കലാ അധ്യാപിക ബാർബറ ഹട്ടൻ, പിന്നെ ഈ വിവാഹം തകർന്നുപോയ ഒരു യുവാവ് രാജാറാം, ഇത്രയും പേര് ഈ പരിവാരമായിട്ട് കോട്ടയുടെ അകത്ത് കണ്ടതായിട്ട് ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞിരുന്നു. ഇവർ ഈ മത്തായി പറഞ്ഞതനുസരിച്ചിട്ട് 1948 ഇവർ നെഹ്റുവിനെ കണ്ടുമുട്ടുന്നത്. ശ്രദ്ധമാത കൽക്കട്ടയിൽ നിന്നാണ് ഇവർ ഡൽഹിയിലേക്ക് വരുന്നത്. കൽക്കട്ടയിൽ ശ്യാമപ്രസാദ് മുഖർജിയൊക്കെ ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരുന്നു. 35 വയസ്സാണ് അന്ന് ശ്രദ്ധമാതയ്ക്ക്. ഇന്ദിരാഗാന്ധിക്ക് അന്ന് 31 വയസ്സാണ്. ഈ 1948 ബനാറസിൽ നിന്ന് വരുന്ന സംസ്കൃത പണ്ഡിത എന്നുള്ള മട്ടിലാണ് നെഹ്റുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അത് SD ഉപാധ്യായ, നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന SD ഉപാധ്യായയാണ് ഇവരെ നെഹ്റുവിന് പരിചയപ്പെടുത്തുന്നതെന്നും മത്തായി എഴുതിയിട്ടുണ്ട്. രാത്രികളിലാണ് നെഹ്റു ഇവരെ കണ്ടിരുന്നതെന്നും മത്തായി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധമാതയും പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി 11-ന് ശേഷം ആണ് നെഹ്റു കണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്നൗ ഒരിക്കൽ ഈ പത്മജ നായിഡു എന്ന് പറഞ്ഞിട്ട് സരോജിനി നായിഡുവിൻ്റെ മകള് പത്മജ നായിഡു സുന്ദരിയാണ്, ലക്നൗവിൽ ഗവർണറായിരുന്നു. സരോജിനി നായിഡുവും ഗവർണറായിരുന്നു. അമ്മയും മോളും ഗവർണറായിട്ടുള്ള ഇന്ത്യയിലെ ഏക സംഭവമായത്. ഈ പത്മജ നായിഡു സരോജിനി നായിഡുവിൻ്റെ മകള് നെഹ്റുവിൻ്റെ കാമുകിയായിരുന്നു. അപ്പം നെഹ്റു ശ്രദ്ധമാതയും കൊണ്ട് ലക്നൗവിൽ ഒരിക്കൽ പോയപ്പോൾ ഈ പത്മജ നായിഡു നെഹ്റുവിനോട് ശുഭിതയായി എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. സ്വാഭാവികമാണ്. 1949 നവംബറിൽ ബംഗളൂർ കന്റോൺമെൻറ്റിൽ നിന്ന് ഒരാൾ കുറേ കത്തുകളുമായിട്ട് ഈ നെഹ്റുവിൻ്റെ ഓഫീസിൽ ചെന്നതായിട്ട് മത്തായി പറയുന്നുണ്ട്. ബംഗളൂർ കന്റോൺമെൻറ്റ് ഭാഗത്തു നിന്ന് ഒരാൾ കത്തുകളുമായിട്ട് ചെന്നു. ആൺകുഞ്ഞിനെ ഇവർ പ്രസവിച്ചു എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ ഓഫീസിൽ വന്ന് സെക്രട്ടറിയോടോ ഉപാധ്യായോടോ മറ്റോ ആണ് സംസാരിച്ചത്. അയാൾ പറയുന്നത് ഈ സ്ത്രീ, പ്രസവിച്ച സ്ത്രീ പേര് പറയാതെയാണ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്, ബംഗളൂരിൽ നിന്ന്. അന്ന് അവർ പോകുമ്പോൾ കുറേ കത്തുകൾ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ ആ കത്തുകൾ നോക്കുമ്പോൾ അത് നെഹ്റു എഴുതിയ കത്തുകളാണ്. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അയാൾ നെഹ്റുവിൻ്റെ ഓഫീസിൽ വന്നതായിട്ട് മത്തായി പറഞ്ഞിട്ടുണ്ട്. സംഗതി സത്യമാണ്, കാരണം പിന്നീട് അതിന് തെളിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കത്തുകളന്ന് നെഹ്റു കീറിക്കളഞ്ഞു എന്ന് മത്തായി പറയുന്നുണ്ട്. കാരണം പുലിവാലാണല്ലോ, ഭയങ്കര പ്രണയഭരിതമായ കത്തുകളാണത്. പാതിര കഴിഞ്ഞ് വരണം എന്നൊക്കെ പറയുന്ന കത്തുകളൊക്കെയാണ് ശ്രദ്ധമാതയ്ക്ക്. ഈ MM മത്തായിയുടേതൊക്കെ വായിച്ചിട്ടാണ് ഇന്ത്യ ടുഡേ ഇവർ ഹത്രായ് കോട്ടയിൽ കാണാൻ പോകുന്നത്. അന്ന് ശ്രദ്ധമാതയ്ക്ക് 65 വയസ്സാണ് ഇന്ത്യ ടുഡേ കാണുമ്പോൾ. ഇവർ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലാണ് ജനിച്ചത് ശ്രദ്ധമാത. അവർക്ക് ഒരുമാതിരി വലിയ ആളുകളെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. ഗാന്ധി, ഡോക്ടർ S രാധാകൃഷ്ണൻ, പുരുഷോത്തം ദാസ് ടണ്ടൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഗുരുജി MS ഗോൾവൽക്കർ പരിചയം ഉണ്ടായിരുന്നു, KM മുൻഷി, രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി, സർദാർ പട്ടേൽ, ഇവരെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ പരിചയമുള്ളതായിട്ട് അവർ പറയുന്നത്, ഇന്ത്യ ടുഡേയിൽ പറയുന്ന ഒരാളാരാന്നറിയോ? AKG ശ്രദ്ധമാതയ്ക്ക് പരിചയം ഉണ്ടായിരുന്ന ആള്. ശ്യാമപ്രസാദ് ഇവരുടെ ശിഷ്യനായിരുന്നു എന്നും മറ്റേ മത്തായി പറഞ്ഞിട്ടുണ്ട്. രാജ ഷിതി മോഹൻ റോയ് ശ്രദ്ധാമാതയെ പറ്റി എഴുതിയത് നെഹ്റു വായിച്ചിട്ടാണ് നെഹ്റു ഡൽഹിയിലേക്ക് കാണാൻ ക്ഷണിച്ചതെന്നാണ് ശ്രദ്ധാമാത അവകാശപ്പെടുന്നത്. രാജാ ഷിതിമോഹൻ റോയ് കൽക്കട്ടയിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, ബംഗാളിൽ തന്നെ ആദരിക്കപ്പെടുന്ന ഒരു ബുദ്ധിജീവിയാണ്. അങ്ങേര് ശ്രദ്ധമാതയെ പറ്റി നന്നായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ കാണണം
എന്ന് നെഹ്റു ആവശ്യപ്പെട്ടിട്ടാണ് പോയത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ, ഇടക്കാല മന്ത്രിസഭയിൽ ശ്യാമപ്രസാദ് മുഖർജിയോട് ഇവരെ പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശ് ഷിക്കോഹാബാദിലെ അഭിഭാഷകൻ ഫണീന്ദ്ര പാൽ സിംഗ് ആയിരുന്നു ശ്രദ്ധമാതയെ കുറച്ച് ദിവസം വിവാഹം ചെയ്തയാൾ, അഭിഭാഷകൻ. ഇത് 1932 വിവാഹം. ശ്രദ്ധമാതയുടെ പൂജാമുറിയിൽ നെഹ്റുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഫണീന്ദ്രപാൽ സിംഗ് പിന്നീട് ഈ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ഇവർ പോയി കണ്ടു അയാളെ. അപ്പോൾ ഉച്ചയ്ക്കോ രാത്രി 11 ആണല്ലോ കാണുക നെഹ്റു. അപ്പോൾ ഈ ബന്ധം കാരണം നെഹ്റുവിന് നേരെ 3 വധശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നെഹ്റു ശ്രദ്ധാമാതയോട് പറഞ്ഞത്രേ, ഈ ബന്ധം വേർപെടുത്താനായിട്ട് എന്ന് നെഹ്റു പറഞ്ഞു എന്ന്. ഈ 1954 ആവുമ്പോഴാണ് ഈ ഹത്രായ് കോട്ടയിൽ രാജസ്ഥാനിൽ പോയി താമസിക്കുന്നത്. ഇവർ സ്വന്തമായിട്ടൊരു സേന ഉണ്ടാക്കി ശ്രദ്ധമാത. അന്ന് അവിടെ മുഖ്യമന്ത്രി മോഹൻലാൽ സുഖാദിയാണ്, കോൺഗ്രസിൻ്റെ. മോഹൻലാൽ സുഖാദിയക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സ്വന്തം സേനയൊക്കെ ഉണ്ടാക്കി ഇവരിങ്ങനെ വിരാജിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ സുഖാദിയെ നെഹ്റുവിനോട് പരാതി പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. എന്നിട്ട് 1958 ഒരു പാർക്കിൽ വെച്ച് നെഹ്റുവിനെ അവസാനമായിട്ട് കണ്ടു എന്നിവർ അവകാശപ്പെട്ടു ശ്രദ്ധമാത. 1987 മരിച്ചുപോയത്. ഇനി സന്യാസിനി ആയതുകൊണ്ട് സമാധിയായി എന്ന് പറയണമെന്ന് ആരെങ്കിലും അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷെ മരിച്ചു എന്ന് പറയുന്നതാണ് ശരി, പ്രസവിച്ച സന്യാസിനിയാണല്ലോ. അപ്പോൾ 2004 ഫെബ്രുവരി 23 അതിൽ ഔട്ട്ലുക്കിൽ ശ്രദ്ധമാതയെ പറ്റിയൊരു ലേഖനം. എൻ്റെ ഓർമ്മ NS മാധവൻ്റെ ഭാര്യ ഷീല റെഡ്ഡിയാണ് ആ ലേഖനം എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പത്രപ്രവർത്തകയാണല്ലോ, അവർ ആന്ധ്രക്കാരിയാണ്. അപ്പോൾ ബംഗളൂരു കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ അടുത്ത ആശുപത്രിയിൽ ആണിവർ പ്രസവിച്ചത് എന്ന് ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. പേര് വെളിപ്പെടുത്താത്തൊരു ഗർഭിണി ആണ് ആദ്യ ആശുപത്രിയിൽ പോയത്. പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് ആ ഗർഭിണിയെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ ആശുപത്രിയിൽ എടുക്കില്ലല്ലോ. 1949 ഏപ്രിലിൽ അവിടുത്തെ ഒരു വനിതാ ഡോക്ടർ എസക്കിയേൽ, അവരുടെ അടുത്ത് ഇവർ പോയി. അപ്പോൾ എസക്കിയേൽ ഇവരെ ഏറ്റെടുത്തു. ഈ കണ്ട നല്ല കുടുംബമാണെന്ന് തോന്നും, കയ്യിൽ പൈസ ഇല്ലാന്നേ ഉള്ളൂ, ദരിദ്രവാസിയാണെങ്കിലും ധനിക എന്ന് തോന്നുന്ന ഒരു കഥാപാത്രമാണെന്ന് തോന്നിയിട്ട് ഈ ഡോക്ടർ എസക്കിയേൽ ഇവരെ ഏറ്റെടുത്തു. മാസം 50 രൂപ വാടകയ്ക്ക് ഒരു വീട് എടുത്തു കൊടുത്തു. ഇവർക്ക് പ്രസവിക്കണമല്ലോ. സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള കാത്തലിക് ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് ഏർപ്പാടാക്കി. ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലൊരു പാക്കറ്റിൽ കത്തുകൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ ആവർത്തിച്ച് ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എസക്കിയേൽ കണ്ടുകൊണ്ടിരുന്നു. തലയിണക്കടിയിലാണ് ഈ പാക്കറ്റ് സൂക്ഷിച്ചിരുന്നത്, നെഹ്റു എഴുതിയ കത്തുകൾ. 1949 മെയ് 30 രാത്രി ഇവർ പ്രസവിച്ചു. പക്ഷെ അത് ചാപിള്ളയായിരുന്നു കുഞ്ഞ്. 9 ദിവസം ആശുപത്രിയിലും 10 ദിവസം വീട്ടിലും ഉണ്ടായിരുന്നു ഇവർ. ജൂൺ 19 ആരോടും പറയാതെ ഇവർ ഡൽഹിയിലേക്ക് പോയി. 600 രൂപ ചെലവ് വന്നു. അത് ഞാൻ എപ്പോഴെങ്കിലും തന്നോളാം എന്ന് ഡോക്ടറോട് ഇവർ പറഞ്ഞിട്ട് പോയി. പഞ്ചാബിലും കൽക്കട്ടയിലും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദേബി സിംഗ് തെവറ്റിയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹത്തിനെ ഇവർ ഔട്ട്ലുക്കുകാർ കണ്ടിരുന്നു. അദ്ദേഹത്തിന് ഈ ശ്രദ്ധാമാതയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കെയർ ഓഫ് അശുതോഷ് ലാഹിരി GSHMS ഡൽഹി എന്ന് പറഞ്ഞ വിലാസമാണ് ഇവർ ആശുപത്രിയിൽ കൊടുത്തിരുന്നത് ശ്രദ്ധമാത. ആ വിലാസം നോക്കിയപ്പോൾ അത് തെറ്റായ വിലാസമായിരുന്നു. ആ വിലാസത്തിൽ അയച്ച കത്ത് മടങ്ങിയിരുന്നു. ഈ കത്തുകൾ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത് നെഹ്റു എഴുതിയ. ഇതൊക്കെ പറഞ്ഞ് കത്ത് എസക്കിയേലൊക്കെ അയച്ചപ്പോൾ കത്തൊക്കെ മടങ്ങിയിരുന്നു, തെറ്റായ വിലാസമായിരുന്നു. എസക്കിയേലിൻ്റെ ഭർത്താവ്, എസക്കിയേൽ ജ്യൂ ആണല്ലോ, അവരുടെ ഭർത്താവ് ഡോക്ടർ കരംചന്ദ് വൈദ്യ ഹിന്ദി പ്രൊഫസറായിരുന്നു, ഹിന്ദു.
അങ്ങേര് ഈ കത്തുകളെപ്പറ്റി നെഹ്റുവിൻ്റെ സെക്രട്ടറിക്ക് എഴുതിയിരുന്നു. ഇങ്ങനെ കത്തുകളുണ്ട്, ഇത് പുലിവാല് പിടിച്ച കേസാണ്, ഇത് പുറത്ത് വന്നാൽ കുഴപ്പമാണ്, എനിക്ക് ഈ പ്രധാനമന്ത്രിയിൽ നാറ്റമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് സെക്രട്ടറിക്ക് ഈ കരംചന്ദ് വൈദ്, എസക്കിയലിൻ്റെ ഭർത്താവ്, എഴുതിയിരുന്നു. 1948 മാർച്ച് 2 നെഹ്റു എഴുതിയ കത്ത് ഇതിലുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ കയ്യക്ഷരമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം വാ എന്നൊക്കെ കത്തിലുണ്ടായിരുന്നു. ഈ നെഹ്റുവിൻ്റെ സെക്രട്ടറി നെഹ്റുവിന് നിങ്ങൾ ഈ കത്ത് പ്രസിദ്ധീകരിച്ചാലും ഒരു പുല്ലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ എഴുതിയിരുന്നു. അപ്പോഴാണ് 1948 മാർച്ച് 2 എഴുതിയ കത്തിന് രാത്രി 10 മണിക്ക് ശേഷം വാ എന്നൊക്കെ ഉണ്ട്, ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ വൈദ് കത്തെഴുതിയിരുന്നു അങ്ങേർക്ക്. അത് കഴിഞ്ഞപ്പോൾ പ്രയോജനമില്ല എന്ന് കണ്ടിട്ട് നേരിട്ട് പോയി വൈദ് നെഹ്റുവിൻ്റെ ഓഫീസിൽ. എന്നിട്ട് പ്രൈവറ്റ് സെക്രട്ടറി വിത്തൽ പൈനെ കണ്ടു. അപ്പോൾ പിന്നെ നെഹ്റുവിനെ നേരിട്ട് കണ്ടു. അപ്പം നെഹ്റു ഈ കത്ത് മേടിച്ചു. മുമ്പ് ഈ വിത്തൽ പൈയുടെയോ വൈദിൻ്റെയോ ഒന്നും പേര് പറയാതെയാണല്ലോ മത്തായി ഒരാൾ വന്ന് കത്ത് കൊടുത്തു, നെഹ്റു കീറിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സ്ഥിരീകരണ ഭാഗമാണ് ഇവിടെ വരുന്നത്. നെഹ്റു അപ്പോൾ ഈ വൈദിന് ഇങ്ങനെ കിട്ടിയത് ഉപകാരം ഒരു രഹസ്യ നമ്പർ, നെഹ്റുവിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എന്ന് വൈദിനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ നെഹ്റു വലിയ മതേതരനാണല്ലോ, അങ്ങനെ ഹിന്ദു മതത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആളൊന്നുമല്ലല്ലോ. ഇങ്ങനെ മതേതരത്വം, നെഹ്റുവിൻ്റെ മതേതരത്വം തകർക്കാൻ ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധമാതെ ഈ നെഹ്റുവിൻ്റെ വീടിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യായിരുന്നു എന്ന ഔട്ട്ലുക്കിൽ ഒരു വാദമുണ്ട് ചില ആളുകൾ പറയുന്നത്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും കഥേമയിലൂടെ ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ പുറത്തായത്. ഇപ്പോൾ നെഹ്റുവിനെ കുറിച്ച് ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് സാറിപ്പം പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. നെഹ്റുവിനെ ആവശ്യമില്ലാതെ സ്നേഹിക്കുന്ന ഭക്ത ജനസംഘത്തിനെ അവിശ്വാസമുള്ളൂ. നെഹ്റുവിനെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ബന്ധം അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. പത്മജ നായിഡുമായിട്ടുള്ള ബന്ധമൊക്കെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് അറിയാം. പത്മജ നായിഡുവിനൊക്കെ ഉപകാര സ്മരണയിലാണ് ഗവർണറാക്കിയതെന്നൊക്കെ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പത്മജ നായിഡുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ വേറെ കഥയാണ് കേട്ടോ. അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അമർത്തുക.